നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ക്വാളിറ്റി ഉള്ള നിഫ്റ്റി 50യിലെ ഏതാനും കമ്പനികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കലും ഇത് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും അല്ലെങ്കിൽ ബിഗിനേഴ്സിനാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്ത് ചെറിയ ചെറിയ SIP ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താൻ സാധിക്കുന്നതായിരിക്കും. ഒരു ഷോർട്ട് ടൈമിൽ വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് ആണെങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് റൺ ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഇപ്പൊ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്? 26,068 ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഓൾ ടൈം ഹൈ എത്രയായിരുന്നു? 26,300 അടുത്താണ്. ഇപ്പൊ ഏകദേശം തികച്ചും ഓൾ ടൈം ഹൈയോട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പം വളരെ 1% അടുത്ത് ഒരു ഗ്യാപ്പ് എന്നാണ് പറയാനുള്ളൂ. ഏകദേശം ഓൾ ടൈം ഹൈയോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ നിഫ്റ്റി നിൽക്കുന്ന സാഹചര്യത്തിലും നമുക്ക് ഒരുപാട് നിഫ്റ്റിയിലെ തന്നെ സ്റ്റോക്കുകൾ നമുക്ക് വളരെ വിലക്കുറവിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അവ ഏതൊക്കെയാണെന്ന് ആദ്യമേ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം എങ്ങനെയാണ് അതിൻ്റെ അകത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്ക് ഏതാണ്? TCS ആണ്. അപ്പൊ TCS നിഫ്റ്റി 50യിൽ തന്നെ സ്റ്റോക്കാണ്. അപ്പൊ എന്തുകൊണ്ടാണ് TCS എടുത്തത്? അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഓൾ ടൈം ഹൈ എത്രയായിരുന്നു? ഈ ഒരു ലെവലായിരുന്നു ഇതിന്റെ ഓൾ ടൈം ഹൈ. മന്ത്ലി ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. 4,600 എന്നുള്ള റീജിയൻ ആയിരുന്നു ഇതിന്റെ ഓൾ ടൈം ഹൈ. അതുപോലെ തന്നെ നമുക്ക് താഴെ ഈ മന്ത്ലി വലിയൊരു ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ ഒരു സോൺ നല്ലൊരു സപ്പോർട്ട് സോൺ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. വീണ്ടും താഴോട്ട് വരുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഒരു സോണിൽ സപ്പോർട്ട് എടുത്തേക്കാം. 3000 എന്നുള്ള സോണ്, 2,900 3000 എന്ന സോണിൽ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയേക്കാം. ഇപ്പൊ ഈ ചെറിയ രീതിയിൽ മന്ത്ലിയിൽ സപ്പോർട്ട് എടുത്ത് ചെറിയ രീതിയിൽ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ലോങ് ടൈമിലേക്ക് അല്ലെങ്കിൽ ഷോർട്ട് ടൈമിലേക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 33% താഴെയാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. ഒരു 33% താഴെയാണ് നിൽക്കുന്നത്. നമ്മളപ്പോൾ ഇങ്ങനെയുള്ള ഒരു സോണിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ടാണെങ്കിലും നമുക്ക് ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 49% ഒരു ഗ്രോത്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. 49%. ഓക്കെ. ഇപ്പൊ ഇവിടെ എത്രയാണ്? 33% ഡിപ്പ്. ലോങ് ടൈമിലേക്ക് വിലക്കുറവിൽ വാങ്ങിക്കഴിഞ്ഞാൽ 49% റിട്ടേണും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ ഈ ഒരു സോണിലേക്ക് വരുന്ന സമയം, ഓൾ ടൈം ഹൈയിലേക്ക് വരുന്ന സമയത്ത് ഹാഫ് ക്വാണ്ടിറ്റി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അതിനുശേഷം ലോങ് ടൈമിൽ ഹാഫ് ക്വാണ്ടിറ്റി വീണ്ടും റൺ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മളൊരു ഡിപ്പ് കണ്ടെത്തി നമ്മൾ എൻട്രി എടുക്കുന്നു എന്നുള്ള ഒരു മെത്തേഡ് എന്നുള്ള ലോജിക്കിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇൻ കേസ് ഇനിയും താഴോട്ടാണ് പോരുന്നതെങ്കിൽ ഞാൻ പേഴ്സണലി ചെയ്യുന്ന ഒരു ഷോർട്ട് ടൈം മെത്തേഡാണ്. സിമ്പിൾ ലോജിക്കാണ്, സിമ്പിൾ മെത്തേഡാണ്. ഈ ഒരു ലെവല് നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു ലെവലാണ്. തീർച്ചയായിട്ടും ഇൻ കേസ് ഈ ഒരു റീജിയനിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ടാണ് പോരുന്നതെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് നെക്സ്റ്റ് എൻട്രി എടുക്കാനും ഞാൻ പ്ലാൻ ചെയ്യും. അപ്പൊ ഇതാണ് സിമ്പിൾ മെത്തേഡാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് പോവാം. നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്കാണ് TMPV, ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ ആണ്. അപ്പൊ ടാറ്റ മോട്ടോഴ്സ് ഡീമർജ് ആയിട്ട് പാസഞ്ചർ വെഹിക്കിൾ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതിന്റെ ഓൾ ടൈം ഹൈ എത്രയായിരുന്നു? ഓൾ ടൈം ഹൈ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ലെവല് ഞാനൊന്ന് നോട്ട് ചെയ്യാം, 810 ആയിരുന്നു. ഇപ്പൊ നിൽക്കുന്ന 362. നല്ല വലിയൊരു ഡിപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിവിടെ ഈ ഒരു ലെവല് അത്യാവശ്യം മോശമില്ലാത്ത ഒരു നല്ലൊരു ലെവലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ലെവൽ എത്രയായിരുന്നു? ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് എടുത്തു, ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്ത റീജിയൻ ആണ്. അപ്പൊ അത് എത്രയാണ്? 2015 സോൺ, 2016-17 സോൺ, അതിനുശേഷം ഇവിടെ 2022 ഒരു സോൺ, അതിനുശേഷം വീണ്ടും ആ ഒരു സോണിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ. അപ്പൊ ഈ ഒരു സോണിൽ നിന്ന് ഒരുപക്ഷെ റിവേഴ്സിൽ വന്നേക്കാം. തികച്ചും
ഡൗൺ സൈഡ് ആണ്, തീർച്ചും താഴോട്ട് പോരാനുള്ള കണ്ടീഷൻസ് ആണ് കാണുന്നത്. എങ്കിലും നല്ല വാലുവേഷൻ ആണ് ഇവിടെ കാണുന്നത്. അപ്പം ഈ ഒരു ഡിപ്പിൽ വേണമെങ്കിൽ ഒരു ചെറിയൊരു എൻട്രി പ്ലാൻ ചെയ്യാം. വീണ്ടും ഇത് മുകളിലേക്ക് പോകണമെങ്കിൽ ഓക്കെ, അതല്ല താഴോട്ടാണ് പോരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലും നല്ലൊരു ലെവലായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു റീജിയണിൽ നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടാണ് മേളിലേക്ക് പോയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയ രീതിയിൽ ഒന്ന് ആക്ട് ചെയ്ത സോണാണ്. ഇവിടെയൊക്കെ ഒരു നല്ലൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സോണായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് എൻട്രി, സെക്കൻഡ് എൻട്രി, പിന്നെയും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് എൻട്രി എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാം. അപ്പം എപ്പോഴും ആവറേജ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിപ്പിൽ ആവറേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ക്വാളിറ്റി ഉള്ള അസറ്റുകളിൽ മാത്രം ആവറേജ് ചെയ്യുക. അതുമല്ല ടോട്ടൽ ക്യാപിറ്റൽ ഒന്നിച്ചല്ല അതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യേണ്ടത്. വ്യക്തമായിട്ട് വലിയ ടൈം ഫ്രെയിം എടുത്തിട്ട് അതിൻ്റെ അകത്ത് നല്ല ഡിമാൻഡ് സോണുകൾ നോക്കി ആ ഒരു ഡിമാൻഡ് സോണുകളിലാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ 362 നിൽക്കുന്നത്. ഇൻ കേസ് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് എത്ര ശതമാനം ഡിപ്പിലാണ് കിടക്കുന്നത്? ഇപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 53% ഡിപ്പിലാണ് കിടക്കുന്നത്. ഇവിടെ നിന്ന് തിരിച്ച് ഒരു മൂവ്മെന്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇത് എത്രയാണ്? നമുക്ക് 118, 120% മൂവ്മെന്റ് ആണ് ഇവിടെ ബാലൻസ് കിടക്കുന്നത്. ഉണ്ടോ? 118% കിടക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഓൾ ടൈം ഹൈയിൽ നിന്ന് താഴോട്ട് 53 വന്നെങ്കിൽ തിരിച്ച് വിലക്കുറവിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. മുകളിലേക്ക് പോകുന്ന സമയത്ത് 118% ഇവിടെ കിടക്കുന്നത്. നമുക്ക് ഇതിനു മുമ്പുള്ള ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു കളയാം. എന്നാൽ നോട്ട് ചെയ്ത ലെവൽസ് ഒക്കെ ഒന്ന് വായിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടേതായ രീതിയിൽ എൻട്രീസ് എടുക്കുക, ലോജിക്ക് മനസ്സിലാക്കി എൻട്രി എടുക്കുക. ഇന്ന് എൻട്രി എടുത്ത് നാളെ തന്നെ ടാറ്റ മോട്ടോഴ്സ് മുകളിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന രീതിയല്ല ഇതിൻ്റെ ഈ ഒരു മെത്തേഡിൻ്റെ രീതി. ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്, സിമ്പിൾ മെത്തേഡാണ്. അപ്പം ഈ ഒരു പഴയ ഡേറ്റ നോക്കുവാണെങ്കിൽ, നമ്മൾ പഴയ ഡേറ്റ തൊട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഒരുപാട് പഴയ ഡേറ്റയുണ്ട്. ഇവിടെ നിന്ന് ഒരു ഡിപ്പ് വന്നിരുന്നു. എത്രയാണ്? 74% ഡിപ്പ്. അതിനുശേഷം അവിടെ നിന്നൊരു 133% മുകളിലേക്ക് പോയി. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ നിന്ന് വീണ്ടും 75% ഡിപ്പ്. അപ്പം ടോട്ടലായിട്ട് മുകളിൽ നിന്ന് നല്ലൊരു ഡിപ്പ് വന്നു. അതിനുശേഷം ആ ഒരു ഹൈ കട്ട് ചെയ്തപ്പം ആ താഴെ റീജിയണൽ എൻട്രി എടുത്തവർക്ക് 500% റിട്ടേൺ. മനസ്സിലായോ? ഇവിടെ നിന്ന് ഈ പോകുന്ന 74-80% താഴോട്ട് വന്നു. തിരിച്ച് ആ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും 546% റിട്ടേൺ ആണ് ഈ ഒരു സോണിൽ എൻട്രി എടുത്തവർക്ക്. അതിനുശേഷം മുകളിലേക്ക് പോയി. എന്തോ ഓരോ സമയത്തെയും ഓരോ പീരീഡിലെയും ഓരോ റീസൺസ് കഴിച്ച് വീണ്ടും ഒരു 83% ഡിപ്പ് ഇവിടെ ഉണ്ടാക്കിയിരുന്നു ടാറ്റ മോട്ടോഴ്സ്. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും ഓൾ ടൈം ഹൈവിലേക്ക് വന്നപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 573% റിട്ടേൺ. അതിനുശേഷം ഹോൾഡ് ചെയ്തവർക്ക് വലിയ റിട്ടേൺ കിട്ടി. എങ്കിലും ആ ഒരു ഓൾ ടൈം ഹൈ വരെയുള്ളതാണ് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തത്. ഇവിടെ എത്രയാണ്? ഇവിടെയും 400 എന്നുള്ള പ്രൈസ് റേഞ്ചിൽ നിന്ന് നമ്മൾ ഡിപ്പിലേക്ക് വന്ന എത്രയാണ്? 51% ഒരു ഡിപ്പ് ഉണ്ടാക്കി. തിരിച്ച് ഓൾ ടൈം ഹൈയിലേക്ക് വന്നു. അവിടെ 100%-ലധികം റിട്ടേൺ. അതിനുശേഷം വീണ്ടും നമുക്ക് ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് 90% ഡിപ്പ് ഉണ്ടാക്കി. അതിനുശേഷം അവിടെ നിന്ന് ഈ ഒരു റീജിയനിലേക്ക് വന്നപ്പോഴത്തേനും ആ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് 845%. അതല്ല, അത് ഹോൾഡ് ചെയ്ത് ലോങ് ടൈമിലേക്ക് പിടിച്ചവർക്കാണെങ്കിൽ അതിലും വലിയൊരു റിട്ടേൺ ആണ് വരുന്നത്. ഓക്കെ, അപ്പം ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചവർക്ക് ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം. നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചവർക്കാണെങ്കിൽ 1000%. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്കും ഇവിടെ നിന്ന് ഈ ഒരു ഡിപ്പിലാണ് നിൽക്കുന്നത്. 54% ഡിപ്പിലാണ് നിൽക്കുന്നത്. 55% എത്രയാണേലും നല്ല രീതിയിലൊരു ഡിപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഒരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ഇവിടെ കണ്ടോ, 100-120% റിട്ടേൺ അവിടെ ഷോർട്ട് ടൈമിൽ തന്നെ കിടക്കുന്നുണ്ട്. കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ക്വാളിറ്റി ഉള്ള അസറ്റ് ക്ലാസ്സുകളിൽ മാത്രം ഡിപ്പിൽ എൻട്രി എടുക്കുക. എപ്പോഴും ക്വാളിറ്റി ചെക്ക് ചെയ്യുക. അപ്പം ടെമ്പററി ചെറിയ ക്വാളിറ്റി മിസ്റ്റേക്സ് വരുന്നതുകൊണ്ട് തന്നെയാണ് ഇത് ഡിപ്പ് ഉണ്ടാക്കുന്നത്.
അപ്പം അങ്ങനെയുള്ളത് ടെമ്പററി ആയിട്ടുള്ള റീസൺസ് ആണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ഇല്ല. വലിയ റീസൺസ് ഉണ്ടാകാതിരിക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്, പോർട്ട്ഫോളിയോ ഹെഡ്ജിങ്, ഇങ്ങനെയുള്ള ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, കൂടുതലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കുറച്ചും കൂടെ ഐഡിയാസ് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ടൈം ഉള്ള സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇതാണ് വാട്സപ്പ് നമ്പർ. ബാക്കി അക്കൗണ്ട് ഓപ്പണിംഗ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്വറീസ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കോമൺ ക്വറീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മൂന്നാമത്തെ സ്റ്റോക്കാണ് നമ്മുടെ പവർ ഗ്രിഡ്. പവർ ഗ്രിഡ് ആണ്. അപ്പൊ പവർ ഗ്രിഡിന്റെ നമ്മൾ ചാർട്ട് ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോസ് ഈ ഒരു ലെവല് 364 ആണ് ഓൾ ടൈം ഹൈ. ഇപ്പൊ 277 നിൽക്കുന്നത്. അപ്പം ഈ ഒരു സോണിൽ നമ്മൾ സപ്പോർട്ടൊക്കെ ഇതിനു മുമ്പ് എടുത്തതാണ് ഈ ഒരു സോണിൽ. അപ്പൊ ഒരുപക്ഷെ ഈ ഒരു സോണിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ സപ്പോർട്ട് എടുത്തേക്കാം, ഉറപ്പൊന്നുമില്ല. താഴോട്ട് പോരുവാണെങ്കിൽ ഈ ഒരു ലെവലിലേക്കൊക്കെ മിനിമം പോരേണ്ട വരും നമുക്ക് നെക്സ്റ്റ് ഒരു ലെവൽ കൺസിഡർ ചെയ്യാൻ വേണ്ടി. അപ്പം ഈ ഒരു സോണ് നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ പോയിന്റുകളെ കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുവാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു സോണിലേക്ക് വരാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കാം. ഇങ്ങനെ ഒരു സോണിലേക്ക് വന്ന് ടച്ച് ചെയ്തിട്ടായിരിക്കും മുകളിലേക്ക് അപ്സൈഡ് മൊമെന്റം തരുന്നത്. ഏതാണെങ്കിലും ഈ ഒരു ലെവല് മോശമില്ലാത്ത സോണാണ് എന്ന് തോന്നുന്നു. ഇപ്പൊ നിലവിലത്തെ സിറ്റുവേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒരു എത്രയാണ്, ഒരു 24% താഴെയാണ് നിൽക്കുന്നത്. തിരിച്ച് ഓൾ ടൈം ഹൈയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 30-31% റിട്ടേൺ ഒരു ഷോർട്ട് ടൈമിലാണെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സ്റ്റോക്കുകൾ എന്തുകൊണ്ട് എടുത്തു? പവർ ഗ്രിഡും ഈ TMBV അല്ലെങ്കിൽ നമ്മുടെ TCS ഒക്കെ എടുത്തു. ബാക്കി ഒരുപാട് സ്റ്റോക്സ് ഉണ്ടായിരുന്നു ഡിപ്പിൽ കിടക്കുന്നത്. ഈ സ്റ്റോക്സ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം ഫണ്ടമെന്റൽ അനാലിസിസിലേക്ക് പോകാതെ നമുക്ക് നിഫ്റ്റി 50 കമ്പനികൾ ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് നല്ലൊരു ഫണ്ടമെന്റലി സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ് നിഫ്റ്റി 50 നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കമ്പനികൾ നമ്മൾ ഡിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്റ്റോക്കിൽ കൂടുതൽ റിസ്ക് തോന്നുന്നുണ്ട്, നിഫ്റ്റി 50 സ്റ്റോക്കിൽ റിസ്ക് കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ETF ഡിപ്പിൽ വരുന്ന സമയത്ത് എൻട്രി എടുക്കണം. അവിടെ കുറച്ചും കൂടെ സേഫ്റ്റി കൂടുതലാണ്. അവിടെ എന്താണ്, റിട്ടേണും ഇച്ചിരി കുറഞ്ഞു പോകും എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യും. ഇതിന്റെ രണ്ടിനും കോമ്പിനേഷൻ ആയിട്ട് എൻട്രി എടുത്ത് പോവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഡിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ക്വാളിറ്റി ഉള്ള അസറ്റുകൾ അത് ETF കൺസിഡർ ചെയ്യാം. അതിനകത്ത് ഹൈബ്രിഡ് ETF കൺസിഡർ ചെയ്യാം. ഗോൾഡ്, സിൽവർ, അതുപോലെ തന്നെ നിഫ്റ്റി 50 സ്റ്റോക്സ്, ഇതെല്ലാം ക്വാളിറ്റി ഉള്ള അസറ്റുകൾ തന്നെയാണ്. അത് ഡിപ്പിൽ വരുന്ന സമയത്ത് എൻട്രി എടുക്കാം. അതിനുശേഷം നിശ്ചിത ഇന്റർവെല്ലില് കൃത്യമായ പോയിന്റ്സിൽ, ഡിമാൻഡ് സോണുകളിൽ നമുക്ക് വീണ്ടും അതേ രീതിയിൽ എൻട്രി എടുത്തിട്ടാണെങ്കിലും മുമ്പോട്ട് പോകാം. അപ്പൊ നമുക്ക് ഒരു നല്ല റിട്ടേൺ കിട്ടുന്ന സമയത്ത് വേണമെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി വിറ്റ് കളയാം. ബാക്കിയുള്ള ഹാഫ് ക്വാണ്ടിറ്റി ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാനും സാധിക്കും. ഇത് സിമ്പിൾ മെത്തേഡാണ്. എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതിൻ്റെ അകത്ത് പറഞ്ഞ സ്റ്റോക്സ് ഒന്നും റെക്കമെൻഡേഷൻ അല്ല, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്തത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, പോർട്ട്ഫോളിയോ ഹെഡ്ജിങ്, ഇതൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ഒരു ലിങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.